ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ ഒരു മലപ്പുറം അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കുന്നത് എൻ്റെ ബ്രദറാണ്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് 100 മില്ലി നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു 2 ടീസ്പൂണ് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടിയ ശേഷം നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 പേക്ക് അച്ചാറും പൊടി കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള 4 പപ്പായ വെച്ചിട്ടാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുന്നത്. ഇനി നമ്മുടെ ഈ മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നതിന് വേണ്ടി നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോവും. അതുപോലെ തന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഉരുളിയോ നല്ല അടിക്കട്ടിയുള്ള ചട്ടിയൊക്കെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മസാല നല്ലപോലെ വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി ഈ മസാലയിലൊന്ന് യോജിപ്പിച്ചെടുക്കാൻ ശേഷം നമുക്കിതിലേക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കാം. സുർക്ക ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ അച്ചാറിനിപ്പോൾ എരിവും പുളിയൊക്കെ അയിഞ്ഞ് കുറച്ച് മധുരം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം അതിനായി 2 അച്ച് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ കുറച്ച് മധുരം ഇട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ലൂസാക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ചെറിയൊരു കഷ്ണം കായും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ പൊടി കയ്യിലുള്ളവർ പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്കായി ചേർക്കേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ ചെറുതായി അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഈ ടൈമിൽ ചേർക്കുന്നതാണ് നല്ലത്, കാരണം ഒന്ന് അലിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ടൈമിൽ ചേർത്ത് കൊടുക്കുന്നത്. അച്ചാറിനൊരു നല്ല സ്മെല്ലും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നിട്ട് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. എങ്കിലുള്ള സുർക്കയുടെ കുത്തലൊന്ന് മാറിക്കിട്ടുക. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പപ്പായ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പപ്പായ മുഴുവനും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുക. പപ്പായ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 4 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ല പോലെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറിയ ശേഷം മാത്രമേ നമ്മൾ ഭരണിയിലേക്കും കുപ്പിയിലേക്കൊക്കെ ആക്കാവൂ. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.